ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു ഇഡ്ഡലിപ്പൊടിയാണ്. ഈ ഇഡ്ഡലിപ്പൊടി എങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ കാണാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ പ്ലീസ്. ഇത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിപ്പൊടിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മുരിങ്ങേൻ്റെ ഇല ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഇഡ്ഡലിപ്പൊടി ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനാവശ്യം എന്ന് നോക്കാം. ഒരു ഗ്ലാസ് അളവിൽ ചോറ് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അരി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു സ്പൂൺ ചെറുപയർ, ഉഴുന്ന്, തുവരപ്പരിപ്പ്, എരിവിനാവശ്യമായിട്ടുള്ള ഉണക്കമുളക്, കുരുമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുരിങ്ങേൻ്റെ ഇല തന്നെയാണ്. 2 കൈപ്പിടി അളവിൽ മുരിങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട്. നമ്മൾ പാൻ നന്നായി ചൂടായ ശേഷം അതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ അരിയാണ്. അരി നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പാൻ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ അരി കല്ലച്ച് പോവും. അപ്പോൾ നമ്മൾ അരി നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ബാലൻസ് വരുന്ന ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുപയറും പരിപ്പും അതേപോലെ തന്നെ വറ്റൽമുളകും കുരുമുളകും എല്ലാം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. സാധനങ്ങളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. മുരിങ്ങേൻ്റെ ഇല നമ്മൾ ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്തതിന് ശേഷം വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഇല്ലാണ്ട് വേണം ഈ ഒരു മുരിങ്ങേൻ്റെ ഇല ചേർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അല്പം കായം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇഡ്ഡലിപ്പൊടിക്ക് ആവശ്യം. നന്നായി റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇഡ്ഡലിപ്പൊടി പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് അല്പം തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാൻ, എങ്കിലാണ് നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സി ജാർ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിപ്പൊടിയാണ്.